ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ ദൈവത്തിൽ വളരെ പ്രത്യേകതയുള്ളൊരു ഗസ്റ്റാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവ്, ഫാക്ച്വൽ ഇൻഫോർമേഷൻ ഉള്ള വ്യക്തി എന്ന് പറയാമെങ്കിൽ അത് കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ GS പ്രദീപാണ്. പല രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ച് ലോകത്തിൽ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങളെ കണ്ടെത്താൻ റിവേഴ്സ് ക്വിസ് എന്ന പുതിയൊരു രൂപം തന്നെ, പുതിയൊരു അന്വേഷണ ടൂൾ തന്നെ നിർമ്മിച്ചെടുത്ത ശ്രീ GS പ്രദീപിന് സ്വാഗതം. നമസ്കാരം. പ്രദീപ് ജി, ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും അറിവ് ഉള്ളൊരു വ്യക്തിയുള്ളവരാണ്. ഒരുപാട് കാര്യത്തെക്കുറിച്ച് ഒരു ജനറൽ നോളജ്. ഏറ്റവും എന്ന വാക്ക് വേണ്ട, തീർച്ചയായും ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അപ്പൊ ഈ GK ജനറൽ നോളജ് എന്നുള്ളത് ഒരു ഗോഡ് നോളജിലേക്ക് മാറിയാൽ ഈ ദൈവം പോലുള്ള സങ്കല്പങ്ങളെ അങ്ങേ പോലെ ഇത്ര വ്യത്യസ്ത ശാഖകൾ പഠിച്ചൊരു വ്യക്തി അറിവിന്റെ തലത്തിൽ നിന്ന് എങ്ങനെ കാണും? ദൈവം എന്ന സങ്കല്പത്തിനെ മലയാളി കാണുന്നതും ഗ്രീക്കുകാരൻ കാണുന്നതും രണ്ട് തരത്തിലാണ്. മലയാളി ദൈവത്തിനെ കാണുമ്പോൾ അത് മണ്ണിനോട് ചേർത്താണ് അവൻ ദൈവത്തിനെ കാണുന്നത്. തൈവം, ദയല്ല തൈവം എന്ന ഒരു നാടൻ പ്രയോഗത്തിൻ്റെ ശീലുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഉർവരതയും കൃഷിയും ഗ്രാമ്യമായ ആചാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് സാധാരണ മലയാളി ദൈവത്തിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഇൻസ്റ്റൻറ്റ് ദൈവത്തിൻ്റെ കാലമാണ്. ദൈവത്തെ നമുക്ക് ക്യാപ്സ്യൂളായി കിട്ടും, ദൈവത്തെ നമുക്ക് മൊബൈലിൽ കിട്ടും, ദൈവത്തിനെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ദൈവത്തിനെ കാണാം എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടിലോട്ട് മനുഷ്യൻ മാറുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം എന്ന് പറയുന്നത് നന്നായി വിശന്നിരിക്കുമ്പോൾ ഒരല്പം ചോറും കുറച്ച് മീൻകറിയൊക്കെ കിട്ടിയാൽ ആ ചോറിനും മീൻകറിക്ക് ഞാൻ കൊടുക്കുന്ന പേരാണ് ദൈവം. അതൊരു ബേസിക് നെസസിറ്റി, ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് വന്നതിനകത്ത്. കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് എന്നുള്ളത് ഒരു ഹ്യൂമനിസ്റ്റിക് കാഴ്ചപ്പാട്, ടാഗോറിന്റെ കാഴ്ചപ്പാടാണ്. ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ദൈവം എന്ന് പറയുന്നത് അവൻ്റെ നൊമ്പരം, അവൻ നൊമ്പരപ്പെടുമ്പോൾ ആ നൊമ്പരത്തിനൊരു പരിഹാരമായി മാറുന്ന പ്രതിഭാസമാണ് ദൈവം. അത് വിശക്കുന്നവൻ്റെ മുന്നിൽ വസ്ത്രമായിട്ട് വന്നാലും, വിശക്കുന്നവൻ്റെ മുന്നിൽ ആഹാരമായി വന്നാലും, ഉടുക്കാനില്ലാത്തവൻ്റെ മുന്നിൽ വസ്ത്രമായി വന്നാലും, കയറി കിടക്കാനില്ലാത്തവൻ്റെ മുന്നിൽ കടത്തിണ്ണയായി വന്നാലും അതൊക്കെ ദൈവം തന്നെയാണ് അവന്. അതൊക്കെയാണ് അവൻ്റെ ദേവാലയം. ഈ ദാർശനിക കാഴ്ചപ്പാടിൽ ഒരു ചോദ്യം കൂടി. നമ്മുടെ ലാറ്റിൻ അമേരിക്കയിലുള്ളതുപോലെ ഒരു ലിബറേഷൻ തിയോളജി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷവും വിശാലാർത്ഥത്തിൽ ആത്മീയ സംഘടനകളും ഒരു ലിബറേഷൻ സ്പിരിച്വാലിറ്റി എന്ന അർത്ഥത്തിൽ ഒരു സഖ്യം സാധ്യമാണ്. അങ്ങ് രണ്ടിന്റെ കാഴ്ചപ്പാടുകളും പഠിച്ച ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ ഇവർ തമ്മിൽ ഒരു ഐക്യം, സമരസപ്പെടൽ ഏതെങ്കിലും തലത്തിൽ സാധ്യം? ഈ IQ-വിൻ്റെയും EQ-വിൻ്റെയൊക്കെ കാലമായിരുന്നു വേൾഡ് ഓഫ് നോളജ് പണ്ട് ചർച്ച ചെയ്തിരുന്നത്. IQ-വിൻ്റെയും EQ-വിൻ്റെയും കാലത്തിന് ശേഷം SQ അഥവാ സ്പിരിച്വൽ കോഷ്യന്റ് എന്നതിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായി അറിവിൻ്റെ ലോകം ചർച്ച ചെയ്ത് തുടങ്ങിയത് തന്നെ സ്വന്തം മനസ്സിനെ സാഷ്യേറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ്. മാസത്തിൽ ഒരു തവണ ഒരു കുപ്പി രക്തം ഒരാളിന് ദാനം ചെയ്യാൻ കഴിയുമ്പോൾ അവിടെ കൂടുതൽ ഇവോൾവ് ചെയ്യുന്നത് നമ്മുടെ സ്പിരിച്വൽ കോഷ്യൻ്റ് ആണ്, ആത്മീയ ഗുണമാണ്. നമ്മൾ ചെയ്യുന്ന, നമ്മുടെ മനസ്സിന് തൃപ്തി പകരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ പേരും ദൈവം തന്നെ. അതെ, അല്ല, പക്ഷെ അത് വേണ്ട രീതിയിൽ സമന്വയിപ്പിക്കാൻ ഒരർത്ഥത്തിൽ കർമ്മയോഗം എന്നൊക്കെ വിളിക്കാമെങ്കിൽ അതും സാമൂഹിക അവബോധവും ഇടതു പ്രസ്ഥാനങ്ങളും തമ്മിൽ ഒരു സമരസപ്പെടലോ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ സാധ്യമാണോ, അതോ അത് വെറും ഒരു തിയറിറ്റിക്കൽ പോസിബിലിറ്റി ആണോ? ഏതൊരു നിരീശ്വരവാദിക്കുള്ളിലും ഒരു ഈശ്വര ബോധമുണ്ട്. നിരീശ്വരൻ എന്ന വാക്കുണ്ടാകുമ്പോൾ തന്നെ അതിലൊരു ഈശ്വരൻ എന്ന വാക്കുണ്ട്. പക്ഷെ ആ ഈശ്വരൻ എന്താണ് എന്നുള്ള ചോദ്യത്തിനാണ് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. കേരളത്തിൽ 30,000-ൽ പരം ആൾദൈവങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പല രൂപത്തിൽ, പല ഭാവത്തിൽ ആൾദൈവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ ദൈവം എന്ന വാക്കിൻ്റെ വിശുദ്ധിയും വിലയും പൂർണ്ണമായ രീതിയിൽ നഷ്ടപ്പെടാൻ ഇത്തരം ചിന്തകളും കാരണമാണ്. നമ്മുടെ വിശ്വാസങ്ങളുടെ യുക്തിഭദ്രത തകർത്തുകൊണ്ടുള്ള നമ്മുടെ ചിന്തകളിൽ, വിശ്വാസങ്ങളിൽ യുക്തിഭദ്രത തകർത്തുകൊണ്ടുള്ള ഏത് കാഴ്ചപ്പാടും, അതേത് ദൈവസങ്കല്പവും മനുഷ്യനെ പിറകിലേക്ക് വളരാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഈശ്വരനല്ല, ശാസ്ത്രമല്ല, എന്തും മനുഷ്യനെ മുന്നിലേക്ക് നടക്കാൻ പ്രേരിപ്പിക്കേണ്ടതാകണം, അല്ലേ? അവനെ പഴമയിലേക്കോ ഇരുട്ടിലേക്കോ തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുന്നതാകരുത്. പകരം അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം അവന് സമ്മാനിക്കുന്നതാകണം. അതിലേക്ക് തന്നെ വരാം. ഇത് അങ്ങയുടെ ഒരു ആശയതലമാണ്, അത് ചോദ്യം ചെയ്തതിനപ്പുറം. അപ്പൊ അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ യുക്തി, ശാസ്ത്രം, സാമൂഹിക അവബോധങ്ങൾക്കപ്പുറം ഒരു അനുഭവത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവം അല്ലെങ്കിൽ ഈ പാരാനോർമൽ എന്ന് വിളിക്കാമെങ്കിൽ, പാരാനോർമൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം? അതെ, ഈ അനുഭവങ്ങൾ സത്യത്തിൽ പലപ്പോഴും
ഭാഗികമായെങ്കിലും മനസ്സിൻ്റെ തോന്നലുകളാണ്. പല അനുഭവങ്ങളും പ്രേക്ഷകർ ചോദിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. പ്രേക്ഷകർ ഒരുപാട് പേരുടെ അനുഭവ കഥകൾ, സാക്ഷ്യങ്ങൾ, നേർസാക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ട്. ഈ നിങ്ങൾ കേട്ടതിൽ ഭൂരിഭാഗവും സത്യത്തിൽ ആ നിമിഷത്തിൻ്റെ മനസ്സിൻ്റെ പിടച്ചിലിൽ അവർക്കുണ്ടാകുന്ന തോന്നലുകളോ വിഭ്രമങ്ങളോ ആണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ ശക്തി TV എന്ന ചാനലിൽ അവരുടെ ഭാഷയിൽ 3 വർഷം ഞാൻ റിവേഴ്സ് ക്വിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റിവേഴ്സ് ക്വിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മത്സരാർത്ഥി വന്ന് മുമ്പിലിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് സാങ്കേതിക തകരാറ് കാരണം ഡയറക്ടർ കട്ട് വിളിക്കുന്നു. കാരണം ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ അതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിന്തയുടെ ഒരു ഫ്ലോ പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഡയറക്ടർ കട്ട് ചെയ്തിട്ട് ലൈറ്റിൻ്റെ എന്തോ പ്രശ്നമാണ്, ശരിയാക്കണം. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് അയാൾ ടേക്ക് ശരി, നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം, ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബിയാണോ മനസ്സിലെന്ന് ചോദിക്കുകയാണ്. ഒന്നും ചോദിച്ചിട്ടില്ല, പുരുഷനാണോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും ചോദിച്ചില്ല. മുഹമ്മദ് നബിയാണോ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതെന്തോ മാജിക്കാണ്, ഇതെന്തോ തട്ടിപ്പാണ്, ഇതൊരു മാന്ത്രിക സംഭവമാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ നിമിഷം എനിക്ക് തോന്നിയ ആ ഒരു പെട്ടെന്ന് അങ്ങനെ മനസ്സിലൊരു ചോദ്യം ചോദിക്കാൻ തോന്നി. ഒരുപക്ഷെ ഞാൻ ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കുറേ നേരം എടുത്തു അത് ഈ നന്നാക്കുക. ഞാനിങ്ങനെ എടുത്ത് ഭയങ്കര ശരി റെഡി, മുഹമ്മദ് നബിയാണോ മനസ്സിൽ? അപ്പോൾ അതെ, ഉത്തരവാദിയാണ്. ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ എക്സാക്ട്ലി. ഒരു ചില നിമിഷങ്ങളിൽ ചില സമയത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചില എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ നേർ വിപരീതമായ മറ്റൊന്ന് പറഞ്ഞുതരാം. ഹരി എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച എൻ്റെ അടുത്ത സുഹൃത്താണ് ഹരി. അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ഒരു 2 വർഷം കഴിഞ്ഞു. ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സന്ധ്യാനേരം, ഒരു 7:30 മണി സമയം, ഞാൻ തിരുവനന്തപുരത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി, കേരളകൗമുദിയുടെ ഓഫീസിൻ്റെ മുൻവശത്ത് കൂടി ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതുവഴി നടന്നു പോവുകയാണ്. അതുവഴി നടന്നു പോകാനുള്ള പ്രത്യേക കാരണമാണ് കെ ബാലകൃഷ്ണൻ, ജൂലൈ 17-ാം തീയതി ആയിരുന്നു അത്, കൃത്യമായി പറഞ്ഞാൽ കെ ബാലകൃഷ്ണൻ അനുസ്മരണ ദിനമാണ്. പ്രസംഗ മത്സരത്തിൻ്റെ സമ്മാനവും വാങ്ങിച്ചിട്ട് നടന്ന് ആനേറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ പകുതി എത്തിയപ്പോൾ സൈക്കിളിൽ ഹരി അവിടെ പാസ് ചെയ്ത് വന്നു. ഹരി എന്നെ വന്ന് കണ്ടു. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ പറഞ്ഞ ഇതുപോലെ പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു, എൻ്റെ സമ്മാനം ഇന്നായിരുന്നു, ക്യാഷ് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും ഹരിയും ഒരുമിച്ച് പോയി. കാപ്പി കുടിക്കാൻ വിളിച്ചു ഞാൻ, ഹരി വന്നില്ല. കാർത്തികേയ തിയേറ്ററിനടുത്ത് എത്തിയപ്പോൾ എന്താ പിന്നെ കാപ്പി കുടിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തമ്പാനൂർ വന്നിട്ട് തിരിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പഠിച്ച ഒരു സുഹൃത്തായ അഫ്സലിനെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഹരി മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അന്ന് ഞാൻ അത് കുറച്ച് ദിവസം ഞാൻ വിചാരിച്ചത് ഭയങ്കര സംഭവമാണ്, ഞാൻ കണ്ടത് ആത്മാവിനെയാണോ പ്രേതത്തിനെയാണോ എന്നൊക്കെ. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ, കുറേ കൂടി യാത്രകൾ ചെയ്തപ്പോൾ, കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുമ്പോൾ ഇപ്പം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അതൊരു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഭ്രമാത്മകമായ ആ നിമിഷത്തെ തോന്നലുകളായിരുന്നിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറയുമ്പോഴും ആ അനുഭവിച്ച ആ മനസ്സിന് സംശയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? കാര്യം ആ നേരിട്ട് കാണുന്നു, അല്ലെങ്കിൽ ആ ഒരു മെമ്മറി പോലെ വരുന്നു, ഒരു വ്യക്തിയോട് സംസാരിച്ച ഫീലിംഗ് ഉണ്ടാവുന്നു. രാഹുൽ ആ പറഞ്ഞത് ശരിയാണ്. ആ കാലഘട്ടത്തിൽ, ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഹരിയുടെ ആത്മാവിനോടൊപ്പം സംസാരിച്ചു എന്ന് തന്നെയാണ്. അവിടെയാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ അനുഭവങ്ങളും വിജ്ഞാനവും വായനയും അറിവും അവൻ ആഴത്തിലുള്ള കരുത്ത് നൽകണം എന്ന് പറയുന്നത്. ഇപ്പൊ എന്നോട് ചോദിച്ച് ഞാൻ ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ. കാരണം സൈക്കിളിയെ പറ്റി ഒരു ആത്മാവ് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു തമാശയായിട്ട് തോന്നും. ആ നിമിഷത്തെ എൻ്റെ മനസ്സിൻ്റെ തോന്നൽ. എൻ്റെ അമ്മ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്ന കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദന എടുത്ത് മരിച്ചതാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു. ആ അമ്മയെ ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ബസ് സ്റ്റാൻഡിൽ അമ്മ ധരിക്കാറുള്ള ഒരു പ്രത്യേക സാരി, അതേ വേഷം എടുത്തുകൊണ്ട് അമ്മ ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വേണ്ടിയിട്ട് അമ്മയുടെ ബാഗ് വിട്ടുകൊണ്ട് അമ്മ നിൽക്കുന്നത് ഞാൻ കാറിൽ പോകുമ്പോൾ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിഷ്ഫുൾ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത് തീർച്ചയായും രാഹുൽ, ഇത് വിഷ്ഫുൾ തിങ്കിങ് ആണ്. എക്സാക്ട്ലി യു സെഡ് ഇറ്റ്. ആഗ്രഹങ്ങളെ അതായത് നമ്മൾ ഈ രാഹുൽ സ്വപ്നം കാണാറുണ്ടല്ലോ. സ്വപ്നം കാണുമ്പോൾ
ഉറക്കത്തിലൊക്കെയുള്ള കാണുന്ന സ്വപ്നം അല്ലേ ഞാൻ പറയുന്നത്. രാഹുൽ യാത്ര ചെയ്യാറുണ്ടല്ലോ. ഈ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ കാറിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്ന്, ട്രെയിനിൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്ന്, ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി നമ്മൾ വിഷ്ഫുള്ളായ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എവിടെയെല്ലാം ഏതെല്ലാം ദൂരത്തിൽ എത്ര വേഗത്തിലെത്തും. ഏതോ അവിടെ ഒരു തിൻ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അല്ലേ അത് റിയാലിറ്റിയായി നമ്മൾ മിക്സ് ചെയ്യുന്നു എന്നാണ് അങ്ങ്. തീർച്ചയായും. അപ്പൊ അതിലൊരു സംശയം കൂടി. അപ്പൊ അങ്ങ് ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു നിരീശ്വരവാദി എന്ന അർത്ഥമില്ല കേട്ടോ, ഞാനൊരു ഈശ്വര വിശ്വാസി തന്നെയാണ്. ഇപ്പൊ പുനർജന്മ സിദ്ധാന്തങ്ങളൊക്കെ ഭാരതത്തിലും ഏഷ്യയിലും വളരെ ഫേമസ് ആണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ മറ്റൊരു ലൈഫ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പുനർജന്മം എന്ന വാക്കിനോടോ ആ കൺസെപ്റ്റിനോടോ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്ര ദബോൽക്കർ എന്ന മഹാരാഷ്ട്രയിലെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന സമിതിയുടെ നേതാവായിരുന്ന വ്യക്തിയെ കൊന്നതിൽ പ്രതിഷേധിച്ച് എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മെഡിക്കൽ കോളേജിന് ദാനം ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല ഞാൻ. കാരണം 10 മാസം കാത്തിരുന്ന് കഴിയുമ്പോഴാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അന്ന് മുതൽ നമ്മൾ കാത്തിരിക്കുന്നത് മരണം എന്നൊരു പോയിന്റിലേക്കാണ്. ചിലർക്ക് 2 മാസത്തിൽ ചിലർ മരിക്കും, ചിലർ 2 വയസ്സിൽ മരിക്കും, ചിലർ 20 വയസ്സിൽ മരിക്കും, ചിലർ 100 വയസ്സിൽ മരിക്കും. എനിക്കും ഇത് രണ്ടും കാത്തിരിപ്പുകൾക്കൊടുവിൽ സംഭവിക്കുന്നതാണ്, ജനനവും മരണവും. ലൈഫ് ഈസ് എ വെയിറ്റിംഗ് ഷെഡ് ബിറ്റ്വീൻ 2 points ഓഫ് വെയിറ്റിംഗ് കോൾഡ് ബർത്ത് ആൻഡ് ഡെത്ത്. ജനന മരണങ്ങൾക്കിടയിലുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രം. ഇവിടെ പുനർജന്മം, അടുത്ത ജന്മത്തിൽ മരിച്ചു കഴിഞ്ഞാലും ജീവിക്കാൻ കഴിയുന്നവനെ വിജയിയാവുള്ളൂ എന്ന് പറയുമ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ഒരാളിന് ജീവിക്കാൻ കഴിയുന്നത് പുനർജന്മത്തിലൂടെയല്ല, മറിച്ച് അയാളുടെ ജീവിതകാലത്ത് അയാൾ ഇവിടെ അവശേഷിപ്പിച്ച മൗലികമായ സംഭാവനകളെ വിനയപൂർവ്വം അനുധാവനം ചെയ്യാൻ ഒരു തലമുറ തയ്യാറാകുമ്പോൾ. അതുകൊണ്ട് ഗാന്ധിജി ഇപ്പോഴും ജീവിക്കുന്നത് വേണ്ട. പക്ഷെ അല്ല, അത് മറുവശം ഇപ്പൊ നമ്മുടെ വയലാറൊക്കെ ആലങ്കാരികമായി അക്കരെ മരണത്തിന് ഇരുമുറിയിൽ അഴുക്ക് വസ്ത്രങ്ങൾ മാറി വരുമെന്ന് പറയുന്നത് പോലെ ഈ ജന്മജന്മാന്തര ബന്ധങ്ങൾ, പ്രണയം പോലുള്ള പല ജന്മങ്ങളിലെ സങ്കല്പം, ഇതിനൊക്കെ ഈ റൊമാൻറ്റിക് കാൽപ്പനികതയ്ക്കപ്പുറം, കാര്യം അങ്ങനെ ഒരുപാട് പേര് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, പല ജന്മങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രണയം എന്നൊക്കെ. ഇതിനൊക്കെ ഒരു സത്യമുണ്ടോ അതോ കവിഭാവനയാണോ കൂടുതൽ? അത് ഈ കാൽപ്പനികമായി 7 ജന്മങ്ങൾക്ക് മുൻപേ 7 ജന്മങ്ങൾ കൊണ്ടേ നമ്മൾ ഒരുമിച്ചായിരുന്നു, ഈ ജന്മത്തിലും പ്രിയെ നമ്മൾ ഒരുമിച്ചാണ് എന്നൊക്കെ വായിച്ചും കേട്ടും ഈ വായനയോടുള്ള താല്പര്യം കൂടിയതുകൊണ്ട് എനിക്ക് രാഹുലിനൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങളും ചിന്തകളും ഒക്കെ ജീവിതത്തിലൊക്കെ പറ്റിയിട്ടുണ്ടാകും. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന പിള്ളേരായതുകൊണ്ട് അവർക്ക് അബദ്ധങ്ങളൊന്നും പറ്റില്ല. നമുക്ക് പറ്റിയത് പറ്റി, നമ്മൾ പറഞ്ഞ് അവരെ കൂടെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ യുക്തി മാത്രം വെച്ച് കാണുമ്പോൾ യുക്തിക്ക് അതീതമായി നേരത്തെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നു, 8 വയസ്സുള്ള ഒരു കുട്ടി 42 വയസ്സുകാരനെ പോലെ സംസാരിക്കുന്നത്. അപ്പൊ എന്ത് എക്സ്പ്ലനേഷൻ ആണ് ഈ ന്യൂ ജനറേഷൻ വിശ്വസിക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ ദൈവം എന്ന വാക്കിനെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതാണ്. രാഹുലിന് ചോദിക്കാം, ഇത്രത്തോളം യുക്തിഭദ്രമായ കാര്യങ്ങളാണ് വാദിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊരു ദൈവവിശ്വാസിയാണ് എന്ന് എന്നോട് ചോദിക്കാം. എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആണ്, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുലിനെ തന്നെ എടുത്ത് സമർത്ഥിച്ചു തരാം. രാഹുലിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏറെക്കാലമായി. രാഹുലിന് ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ആഹ്ലാദം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ആദ്യം ഷെയർ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ഇല്ല. എൻ്റെ അച്ഛൻ 87 വയസ്സായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും അച്ഛന് ചെവി പോലും കേൾക്കാൻ ബുദ്ധിമുട്ടായിട്ട് കൂടി ഞാൻ ആദ്യം അച്ഛൻ്റെ അടുത്ത് ഓടിപ്പോയി ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഈ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംരക്ഷിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി നമ്മളെ കെയർ ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി അല്ലാതെ നമുക്ക് വേണ്ടി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് എന്ന് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായ ശരിയായ ധാരണയുണ്ട്. കാരണം അവർ നമ്മളെ സൃഷ്ടിച്ചവരാണ്. ക്ലിയർ? ആ സംരക്ഷണ വലയത്തിനകത്ത് ചെന്നുകൊണ്ട് നമ്മുടെ പരാതികളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും സെൽഫിഷ് അല്ലാത്ത അൾട്രൂയിസ്റ്റിക്കായ ഒരു സമീപനം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു, നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ജനസാമാന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അമ്മ എന്ന കേവലമായ 2 വ്യക്തിത്വങ്ങൾക്കപ്പുറത്തേക്ക് അമൂർത്തമോ ഭൂരിഭാഗം പേരിലും പലപ്പോഴും സമൂർത്തമോ ആയ ഒരു രൂപത്തിനെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ തങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളായി കാണാനുള്ള ഒരു സൂപ്പർ ഫാദർ വ്യഗ്രതയുണ്ട്. ആ സൂപ്പർ ഫാദറിന്റെ പേര് നമുക്ക് കരയേണ്ടി വരുമ്പോൾ, വിഷമിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു സ്വാർത്ഥ ബോധമില്ലാതെ കാണുന്ന ഒരാൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഒരു സങ്കല്പമാണ് ദൈവം.
ഏറ്റവും മനോഹരമായ, ഏറ്റവും കാൽപ്പനികമായ, ഏറ്റവും പ്രത്യാശാജനകമായ, ഏറ്റവും ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സങ്കല്പം. അതായത് മൈൻഡ് സ്വയം ആശ്വസിപ്പിക്കാനും വഴി കണ്ടെത്താനും ഒരു ടൂളായി സ്വയം ഉപയോഗിക്കുന്ന കാര്യം അതാണോ? അങ്ങനെ തീർച്ചയായും. അതായത് ഇൻസാനിറ്റി അഥവാ ഭ്രാന്ത്, മാനസിക ചിത്തഭ്രമം തടയാൻ കഴിയുന്ന ഏറ്റവും വലിയ സങ്കല്പങ്ങളിൽ ഒന്ന് ദൈവമാണ്. ഒരുപക്ഷെ ദൈവം എന്ന സങ്കല്പം ഇല്ലായിരുന്നുവെങ്കിൽ അസ്വാസ്ഥ്യങ്ങളും അസ്വസ്ഥതകളും വരുമ്പോൾ ഓരോ മനുഷ്യനും ഭ്രാന്ത് പിടിക്കുമായിരുന്നു. ഈ ഭ്രാന്ത് പിടിക്കാതെ പല മനുഷ്യരും നിലനിൽക്കുന്നത് ദൈവമേ രക്ഷിച്ചോളണേ എന്ന് നോക്കിക്കോളും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ എല്ലാ തലമുറകൾക്കും, ഒരു തലമുറ എന്നല്ല എല്ലാ തലമുറകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അച്ഛനമ്മമാർക്ക് ഇന്നുള്ളൊരു ഡൗട്ട്, രണ്ട് പ്രഗത്ഭരായ മക്കളുടെയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കോമ്പറ്റീഷൻ നാളെ അദ്ദേഹത്തിന്റെ മകളായിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്, അത്ര ഗംഭീര പ്രഭാഷകൻ. അപ്പോൾ ഇവർക്കൊക്കെ ദൈവത്തെക്കുറിച്ച് അച്ഛനമ്മമാർ സ്വന്തം മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ഒരു അച്ഛൻ എന്ന രീതിയിൽ ഈ വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ന് പലർക്കും പേടിയാണ്. എന്താണ് ദൈവം, ആത്മീയത എന്നൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും ഈ മക്കൾക്ക്? ചില മനോഹരമായ പ്രയോഗങ്ങൾ നമ്മൾ പലപ്പോഴും ഒരക്ഷരം ഉപേക്ഷിച്ചും ഒരക്ഷരം കൂട്ടിച്ചേർത്തുമൊക്കെ തെറ്റായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് മാതാ പിതാ ഗുരു, അടുത്ത വാക്ക് ദൈവം അല്ല. മാതാ പിതാ ഗുരു ദൈവം എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയും ആദ്യം അമ്മ, പിന്നെ അച്ഛൻ, പിന്നെ ഗുരു, പിന്നെ ദൈവം. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പ്രയോഗം മാതാപിതാ ഗുരു ദൈവം എന്നല്ല, മാതാപിതാ ഗുരു ദൈവതം എന്നാണ്. മാതാവും പിതാവും ഗുരുവും ചേർന്നതാണ് ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ദൈവം എന്ത് എന്ന് ചോദിച്ചാൽ അമ്മയുടെ കരുതലിൻ്റെയും അച്ഛൻ്റെ ശാസനയുടെയും ഗുരുവിൻ്റെ അധ്യയനത്തിൻ്റെയും ഭാവമാണ് ദൈവം എന്ന സങ്കല്പം എന്നാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവിക ഭാവം അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിനെ തിരിച്ചറിയുന്നത്, ഞാൻ പറയാറുള്ളത് പോലെ പഴയൊരു റിയാലിറ്റി ഷോയുടെ കഥയുണ്ട്. പണ്ടൊരു റിയാലിറ്റി ഷോ, പേടിക്കണ്ട, ഇത് യുഗങ്ങൾക്ക് മുമ്പ് നമ്മൾ റിയാലിറ്റി ഷോയുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത അപകടങ്ങളിലേക്ക് നമ്മൾ വിട്ട റിയാലിറ്റി ഷോയുടെ കാര്യമൊന്നുമല്ല. പണ്ടൊരു റിയാലിറ്റി ഷോ നടന്നു. 5 പേരാണ് മത്സരിച്ചത്. ദൈവമായിരുന്നു ജൂറിയായി വന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ശ്രീരാമേന്ദ്രനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ ക്രിസ്തു അങ്ങനെ ഒരാളല്ല. സർവ്വമതസാരവും ഏകമാണ് എന്ന് ഗ്രഹിച്ച എല്ലാ മതങ്ങളുടെയും ചേർന്ന പരമകാരുണികനായ ദൈവം. മത്സരിച്ചത് 5 വിരലുകളാണ്. ഇവരിൽ ആരാണ് മിടുക്കൻ എന്നറിയാനാണ് മത്സരിച്ചത്. ജൂറി ദൈവം. അപ്പോൾ അതുകൊണ്ട് പക്ഷഭേദമില്ല, ഉത്തരം വരും. അപ്പോൾ ആദ്യം ദൈവം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി വന്ന് നിങ്ങളുടെ കഴിവുകൾ എന്നോട് പറയും, എന്നിട്ട് ഞാൻ വിലയിരുത്താം. ആദ്യം വന്നത് പെരുവിരലാണ്. പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ ഒന്നാമനാണ്, മാത്രമല്ല വിക്ടറിയുടെ സിമ്പൽ തംസ് അപ്പ് അത് ഞാനാണ്. ലോകത്തിലെവിടെയും ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത് എന്നെ പതിപ്പിക്കുമ്പോഴാണ് വിരലടയാളം ഉണ്ടാകുന്നത്. ഒരു കടലാസ് കഷ്ണം പോലും ഞാൻ കൂടി കൂട്ടിച്ചേർന്നാൽ എടുക്കാൻ പറ്റൂ, ഞാൻ പിന്തുണയ്ക്കുന്ന വിരലാണ്. ഇതിനെല്ലാം ഉപരി പിറന്നു വീഴുന്ന ഓരോ ഉണ്ണിയും ഉണ്ണുന്നത് എന്നെയാണ്. അതുകൊണ്ട് ഞാൻ മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്, എംബോഡിമെൻ്റ് ഓഫ് മദർഹുഡാണ്. ദൈവം പറഞ്ഞു, കൊള്ളാം, ഇരിക്കുക, അടുത്ത ആൾ വരട്ടെ എന്നുള്ളത്. അടുത്തയാൾ വന്നിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ ദുരധികാരത്തിനെതിരെ ചൂണ്ടുവിരലാണ്. മാത്രമല്ല സെൻസ് ഓഫ് എയിമിൻ്റെ, ലക്ഷ്യബോധത്തിൻ്റെ വിരലാണ്. അമ്പെയ്യാൻ, വെടിവയ്ക്കാൻ, കാരം കളിക്കാൻ വരെ ലക്ഷ്യം നിർണ്ണയിക്കാൻ ഞാൻ വേണം. മാത്രമല്ല ആജ്ഞാശക്തിയുടെ വിരലും ഞാനാണ്. ഇരിക്കവിടെ കടക്കുപുറത്ത് നിന്ന് ആജ്ഞാപിക്കുന്നത് ഞാൻ, അല്ലാതെ ഇരിക്കവിടെ കടക്കുപുറത്ത് നിന്ന് വേറെ ആരും പറയില്ല. ദൈവം പറഞ്ഞു, ശരിയാ. മൂന്നാമത്തെ ആളും എന്ന് പറഞ്ഞു, ദൈവമേ ചർച്ചയും തർക്കമൊന്നും വേണ്ട, കണ്ടാലേ അറിയില്ല 5-ൽ വലിയവൻ ഞാനാണ്. മാത്രമല്ല നായകൻ ഞാനാണ്. നായകൻ എപ്പോഴും മധ്യത്തിൽ നടക്കുക, 2 സഹായികളാണ് 2 വശങ്ങളിലായി നടക്കുന്നത് എന്നുള്ളത്. നാലാമത്തെ ആളൊരല്പം നാണിച്ച് തല കുനിച്ചിട്ടാണ് വന്നിട്ട് പറഞ്ഞു, ദൈവമേ ഇവരെല്ലാം പറഞ്ഞത് ശരിയാ, ഇവരൊക്കെ നായകനും വിജയിയും വലിയവനും ഒക്കെ തന്നെ, പക്ഷേ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ വിരലുണ്ടാവണമെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവണമെങ്കിൽ കുടുംബം ഉണ്ടാവണമെങ്കിൽ വിവാഹം ഉണ്ടാവണമെങ്കിൽ പ്രണയം ഉണ്ടാവണം. അപ്പോൾ ഒരു മോതിരം ഇട്ടേ പറ്റൂ, അതിന് ഞാൻ തന്നെ വേണം. ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിംഗർ, ഞാൻ പ്രണയത്തിൻ്റെ വിരലാണ്. ഇവരിത് 4 പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 5ാമത്തെ വിരൽ വന്നിട്ട് പറഞ്ഞു, ദൈവമേ 1-ാം വിരൽ വിജയിയാണ്, 2-ാം വിരൽ ആജ്ഞാശക്തിയുള്ള ആളാണ്, 3-ാം വിരൽ നായകനാണ്, 4-ാമത്തെ വിരൽ പ്രണയമാണ്. സമ്മതിച്ചു. പക്ഷേ ദൈവമേ ഇതൊക്കെ ഉണ്ടെങ്കിലും വിജയിയാണെന്ന് വിശ്വസിച്ച് 1-ാമത്തെ വിരൽ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ, ആജ്ഞാശക്തിയുടെ ഏകാധിപത്യ പ്രവണതയിൽ 2-ാം വിരൽ തെറ്റുകൾ ചെയ്യുമ്പോൾ,
നായകരാണെന്നുള്ള മിഥ്യാബോധത്തിൽ മൂന്നാം വിരൽ അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ പ്രണയചാബല്യത്തിൽപ്പെട്ടി നാലാം വിരൽ തളരുമ്പോഴെല്ലാം അങ്ങ് ഇവരോട് പൊറുക്കുന്നത് ഇവർക്കെല്ലാം വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്നാമനായി മുന്നിൽ നിന്ന് കൈകൂപ്പി തൊഴുമ്പോഴല്ലേ എന്നാണ് ഈ അഞ്ചാം വിരൽ ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒന്നാം വിരലിൻ്റെ തള്ളവിരലിൻ്റെ വിജയം പോലെ ശക്തമായ വിജയങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. ആജ്ഞാശക്തിയും ലക്ഷ്യബോധവും ചൂണ്ടുവിരലിനെ പോലെ നിർവഹിക്കാം. നായകനാകാൻ മൂന്നാം വിരലിനെ പോലെ പരിശ്രമിക്കാം. മനുഷ്യ മനസ്സിൻ്റെ തരളഭാവങ്ങളെ പ്രണയത്തിലൂടെ ചാലിച്ചു വെച്ചുകൊണ്ട് നാലാം വിരലാവുകയും ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോഴും എവിടെയോ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി, അത് മണ്ണിന് താഴെയോ മേഘങ്ങൾക്ക് മുകളിലോ എന്നറിയില്ല, മൃണ്മയമായ നമ്മുടെ ഓരോ തരുലതകളെയും തൃണരാശികളെയും ഇളക്കിമറിക്കാൻ കഴിയുന്ന ശക്തി, ഈ ഭൂമിയിൽ മുഴുവൻ ജീവന്റെ ഉന്മത്ത നൃത്തം നടപ്പിലാക്കുന്ന ശക്തി, ഈ സാഗരങ്ങളിലെ തിരമാലകൾക്ക് താളമുണ്ടാക്കുന്ന ഒരു ശക്തി, നക്ഷത്രങ്ങളുടെ രശ്മികൾക്ക് ദീപ്തി ഉണ്ടാക്കുന്ന ശക്തി, ഇരുട്ടിന് ഇരുട്ടും വെളിച്ചത്തിന് വെളിച്ചവും നമ്മുടെ മനസ്സിൻ്റെ ബോധത്തിന് മാനുഷിക ഭാവങ്ങളും നൽകുന്ന ശക്തി. ആ ശക്തിയുടെ മുന്നിലെങ്കിലും നമുക്ക് അഞ്ചാം വിരലിൻ്റെ വിനയം കാണിക്കാം. അറിയാതെ ചിലപ്പോഴെങ്കിലും സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും സഹജീവികളോടുള്ള ദയ കൊണ്ടും സ്നേഹം കൊണ്ടുമെങ്കിലും വെറുതെ വിളിച്ചും പോകാം എൻ്റെ ദൈവമേ എന്ന്. ഗംഭീരം. അദ്ദേഹം അവസാനമായി പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ആ ചോദ്യങ്ങൾ പറയണം. അനർഘ നിർഗളമായി പ്രവഹിക്കുന്ന ആ സാഗരത്തിൻ്റെ ശാന്തതയും എന്നാൽ ഒരു കാറ്റിൻ്റെ വേഗതയുമുള്ള മനോഹരമായ വാക്കുകൾ എങ്ങനെ വിശദീകരിക്കണമെന്നറിയില്ല. അദ്ദേഹത്തിന് ശേഷം അങ്ങനെ സംസാരിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. വളരെയധികം നന്ദി GS പ്രദീപ് എന്ന വ്യക്തിയുടെ ദർശനങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നത്.